بسم الله الرحمن الرحيم مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായം അങ്കബൂത്തിലെ 41-ാമത്തെ ആയത്താണ് നിങ്ങളിവിടെ കേട്ടത്. ഇതിലൂടെ അല്ലാഹു തആല പറയുന്നത് ഒരു ഉപമയാണ്. നമ്മൾ സ്ഥിരമായി കാണുന്ന എട്ടുകാലിയുടെ വീടിനെ കുറിച്ചുള്ള ഉപമ. അല്ലാഹു അല്ലാത്തവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്നവരുടെ ഉപമയാണ് ഇതിലൂടെ പറയുന്നത്. എട്ടുകാലിയുടെ വീടാകുന്ന വലയുടെ ദൗർബല്യത്തെപ്പറ്റി ആർക്കും അറിയാവുന്നതാണ്. ചൂടോ തണുപ്പോ വെയിലോ മഴയോ കാറ്റോ ഒന്നും തന്നെ തടുക്കുവാൻ അത് പര്യാപ്തമല്ല. കാറ്റോ മറ്റേതെങ്കിലും വസ്തുക്കളോ അതിനെ സ്പർശിക്കുമ്പോഴേക്കും അത് കേടുവന്നു പോകുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് അല്ലാഹു അല്ലാത്തവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുകയും അവരെ ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നവരുടെ സ്ഥിതിയും. യാതൊരു രക്ഷയും സഹായവും അതുമൂലം അവർക്ക് ലഭിക്കുവാനില്ല. ഒന്നിനെയും ഇതിൽ നിന്ന് ഒഴിവാക്കാനുമില്ല. കാരണം അവർ രക്ഷാകർത്താക്കളായി ഗണിച്ചു വരുന്നവർ ആരാവട്ടെ, വിഗ്രഹങ്ങളോ ദേവീദേവന്മാരോ മനുഷ്യരോ മലക്കുകളോ മഹാത്മാക്കളോ ആരായാലും ശരി, ഓരോരുത്തരെക്കുറിച്ചും അവരുടെ എല്ലാ സ്ഥിതിഗതികളെക്കുറിച്ചും അള്ളാഹുവിന് നല്ല പോലെ അറിയാം. അവർക്കാർക്കും തന്നെ സ്വന്തം നിലക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലെന്നും അവന് പരിപൂർണമായും അറിയാം. അതുകൊണ്ടു തന്നെയാണ് ഈ ഉപമയിൽ നിന്ന് ഒരാളെയും ഒഴിവാക്കുവാനില്ലാതിരുന്നതും. ഇതുപോലെ ഖുർആനിൽ കാണുന്ന മറ്റു ഉപമകളും അല്ലാഹു തആല നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു തരികയാണ്. അല്ലാഹു തആല ഇതിലൂടെ നമ്മളോട് പറയുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. മറ്റുള്ളവയൊന്നും രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത് എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.